ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 095/2022 M ആണ്. ഒന്നാമത്തെ ചോദ്യം, മലയാളം മിഷൻ ഇപ്പോഴത്തെ ഡയറക്ടർ. ഉത്തരം ഓപ്ഷൻ സി മുരുകൻ കാട്ടാക്കടയാണ്. 2. കെ ഫോൺ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത്. ഉത്തരം ബി 2020-21 3. പശ്ചിമഘട്ടം കടന്നു പോകാത്ത ജില്ല. ഉത്തരം ബി ആലപ്പുഴയാണ്. 4. റിപ്പോ നിരക്ക് എന്നാൽ. ഉത്തരം ഓപ്ഷൻ ബി റിസർവ് ബാങ്ക് മറ്റ് ബാങ്കുകളിൽ നിന്ന് ഈടാക്കുന്ന പലിശ. 5. കേരളിന് സാമ്പത്തിക സഹായം നൽകുന്ന ഏജൻസി. ഉത്തരം എ JICA ജിക്കയാണ് കേരളിന് സാമ്പത്തിക സഹായം നൽകുന്ന ഏജൻസി. 6. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീദ്വീപ്. 6. ഉത്തരം ഡി ആണ്, മാജുലിയാണ്. 7. 3 അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം. 7ൻ്റെ ഉത്തരം എ ആണ്, പശ്ചിമ ബംഗാളാണ്. 8. ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഭൂപ്രദേശം. 8ൻ്റെ ഉത്തരം സി ഇന്ദിര പോയിൻ്റ്. 9. ജറാവ ആദിമ നിവാസികൾ വസിക്കുന്ന സ്ഥലം. 9ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി നോർത്ത് സെൻറ്റിനറി ദ്വീപാണ്. ജറാവ ആദിമ നിവാസികൾ വസിക്കുന്ന സ്ഥലം നോർത്ത് സെൻറ്റിനറി ദ്വീപ്. 10. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത്. 10ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി മിതാലി രാജാണ്. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് മിതാലി രാജ്. 11. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട വൈസ്രോയി. 11 എ കഴ്സൺ പ്രഭു ആണ്. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട വൈസ്രോയി എ കഴ്സൺ പ്രഭു. 12. നീതി ആയോഗിൻ്റെ ആസ്ഥാനം. ഓപ്ഷൻ ഡി ന്യൂഡൽഹിയാണ് ഉത്തരം. നീതി ആയോഗിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. 13. സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഉത്തരം ഓപ്ഷൻ സി ഇന്ത്യയാണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇന്ത്യയാണ്. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയാണത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇന്ത്യ. 14. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല. 14 ഓപ്ഷൻ എ പാലക്കാട് ജില്ലയാണ്. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല പാലക്കാട് ജില്ല. 15. ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്നത്. ഉത്തരം ഓപ്ഷൻ ബി ദേശീയപാതാ പദ്ധതിയാണ്. ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്നത് ദേശീയപാതാ പദ്ധതിയാണ്. 16. ജിന്ന ഇന്ത്യ വിഭജനം സ്വാതന്ത്ര്യം എന്ന ഗ്രന്ഥം രചിച്ചത്. ഓപ്ഷൻ എ ജസ്വന്ത് സിംഗ് ആണ്. ജിന്ന ഇന്ത്യ വിഭജനം സ്വാതന്ത്ര്യം എന്ന ഗ്രന്ഥം രചിച്ചത് ജസ്വന്ത് സിംഗ്. 17. വാഗൺ ട്രാജഡി നടന്ന റെയിൽ റൂട്ട്. ഓപ്ഷൻ ബി തിരൂർ പോത്തന്നൂറാണ്. വാഗൺ ട്രാജഡി നടന്ന റെയിൽ റൂട്ട് തിരൂർ പോത്തന്നൂർ. 18. കടയ്ക്കൽ വിപ്ലവം നയിച്ചത്. ഉത്തരം ഓപ്ഷൻ ഡി ഫ്രാങ്കോ രാഘവൻ പിള്ള. കടയ്ക്കൽ വിപ്ലവം നയിച്ചത് ഫ്രാങ്കോ രാഘവൻ പിള്ള. 19. കണ്ണീരും കിനാവും എന്ന ആത്മകഥ ആരുടേതാണ്. ഓപ്ഷൻ സി VT ഭട്ടതിരിപ്പാട്. കണ്ണീരും കിനാവും VT ഭട്ടതിരിപ്പാടിൻ്റെതാണ്. 20. ബാണാസുര സാഗർ അണക്കെട്ടുമായി ബന്ധമുള്ളത്. 20 ഓപ്ഷൻ ബി കാവേരി നദിയാണ്. ബാണാസുര സാഗർ അണക്കെട്ടുമായി ബന്ധമുള്ളത് കാവേരി നദിയാണ്. 21. ഭരണഘടന ആർട്ടിക്കിൾ 25(1)മായി ബന്ധപ്പെട്ടത്. ഉത്തരം ഓപ്ഷൻ എ മതസ്വാതന്ത്ര്യം. ഭരണഘടന ആർട്ടിക്കിൾ 25(1)മായി ബന്ധപ്പെട്ടത് മതസ്വാതന്ത്ര്യമാണ്. 22. ഭരണഘടന പ്രകാരം മൗലിക കർത്തവ്യങ്ങൾ എത്ര. 22 ഓപ്ഷൻ സി 11 മൗലിക കർത്തവ്യങ്ങളാണുള്ളത്. 23. ഭാരത് സ്റ്റേജ് BS മലിനീകരണ നിയന്ത്രണ മാനദണ്ഡം നിലവിൽ വന്നത്. 23ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 2000-ലാണ്. ഓപ്ഷൻ ബി 2000. ഭാരത് സ്റ്റേജ് BS മലിനീകരണ നിയന്ത്രണ മാനദണ്ഡം നിലവിൽ വന്നത് 2000. 24. വിവരാവകാശ നിയമപ്രകാരം ശരിയല്ലാത്തത്. 24ൻ്റെ ഉത്തരം എ ആണ്. അപേക്ഷകൻ്റെ പേര് വെളിപ്പെടുത്തൽ നിർബന്ധം അല്ല. അപേക്ഷകൻ്റെ പേര് വെളിപ്പെടുത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ വിവരാവകാശ നിയമപ്രകാരം ശരിയല്ലാത്തത് അതാണ്, എ ആണ്. അപേക്ഷകൻ്റെ പേര് വെളിപ്പെടുത്തൽ നിർബന്ധം അല്ല. ബാക്കിയൊക്കെ ശരിയാണ്. സൈനിക വിവരങ്ങൾ നൽകാതിരിക്കലുണ്ട്. തികച്ചും വ്യക്തിപരമായ വിവരങ്ങൾ നിഷേധിക്കലുണ്ട്. വിദേശ നാണയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകലുണ്ട്. അപ്പോൾ എ ആണ് അതിനകത്ത് ശരിയല്ലാത്തത്. 25. മാനവ വികസന സൂചിക പ്രകാരം 2021 ഇന്ത്യയുടെ സ്ഥാനം. 25ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി 131. 26ാമത്തെ ചോദ്യം, അനകസംഖ്യയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ വായിച്ച് ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക. 1. ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ തുക സംഖ്യ ഒഴിവാക്കിയാൽ കിട്ടുന്നതാണ് അനകസംഖ്യ. 2. ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ തുക സംഖ്യയുടെ ഇരട്ടിയല്ലാത്ത സംഖ്യകളാണ് അനകസംഖ്യകൾ. 3. 496 ഒരു അനകസംഖ്യ അല്ല. 26ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2 പ്രസ്താവനകൾ ശരി, 3 തെറ്റാണ്. 1, 2 പ്രസ്താവനകൾ ശരിയാണ്, 3ാമത്തെ പ്രസ്താവന തെറ്റാണ്. 27. തുടർച്ചയായ ഏറ്റവും കുറഞ്ഞ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 654. 27ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 3 ആണ്. 28. ഒരു അഞ്ചക്ക സംഖ്യ തിരിച്ചെഴുതി വലതിൽ നിന്ന് ചെറുത് കുറച്ചാൽ ഉത്തരമായി വരാത്ത സംഖ്യ താഴെ പറയുന്നതിൽ ഏത്. 28ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 10 9 9 9 9 49 10 4 9 ഓപ്ഷൻ ബി 29. 300-ന് 600-ന് ഇടയിൽ 2 3 4 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകളുണ്ട്. 29ൻ്റെ ഉത്തരം ഓപ്ഷൻ സി 24 ആണ്. ഓപ്ഷൻ സി 24. 30.
30 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യയിൽ എത്ര ഭാഗമാണ് അഭാജ്യ സംഖ്യകളുടെ എണ്ണം വരുന്നത്? 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യയിൽ എത്ര ഭാഗമാണ് അഭാജ്യ സംഖ്യകളുടെ എണ്ണം വരുന്നത്? 30 ബി ആണ് ഉത്തരം. 8/20 ആണ്. 31 ഒരു സംഖ്യയുടെ 1/7 × 1/4 ഭാഗം 40 ആയാൽ സംഖ്യ ഏത്? 31 ഓപ്ഷൻ ഡി 1120 ആണ്. ഓപ്ഷൻ ഡി 1120. 32 0.01 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 0.00001 ലഭിക്കും? 32 ഉത്തരം ഓപ്ഷൻ സി 1/10,000 ആണ്. 1/10,000. 33 3/5 ക്യൂബ് ഇൻറ്റു 3/5 റേസ് ടു എക്സ് പ്ലസ് 5 ഈസ് ഈക്വൽ ടു 3/5 റേസ് ടു 12 ആയാൽ എക്സിൻ്റെ വില എത്ര? 33 ഉത്തരം ഓപ്ഷൻ സി 4 ആണ്. 34 7.2 × 7.2 പ്ലസ് 2 × 7.2 × 2.8 പ്ലസ് 2.8 × 2.8 വില. ഇത് a² പ്ലസ് 2ab പ്ലസ് b² ആണ് എഴുതിയിരിക്കുന്നത്. അതായത് a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. 37 ഉത്തരം ഓപ്ഷൻ ഡി വരും. 100 ആണ് അതിൻ്റെ ഉത്തരം വരുന്നത്. 37 ഓപ്ഷൻ ഡി. 35 8200 എന്ന സംഖ്യ ഒരു പൂർണ്ണവർഗ്ഗമാകാം. അതിനോട് കൂട്ടാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? 35 ഉത്തരം ഓപ്ഷൻ ഡി 81. 36 3 4 5 6 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗ്ഗ സംഖ്യ ഏത്? 36 ഓപ്ഷൻ ഡി 900 ആണ്. ഓപ്ഷൻ ഡി 900. 37 ഒരു സെക്കൻഡിൽ 1.15 മീറ്റർ സഞ്ചരിക്കുന്ന ഒരു കാർ 2 മണിക്കൂർ കൊണ്ട് എത്ര കിലോമീറ്റർ സഞ്ചരിക്കും? 37 ഉത്തരം ബി 108 കിലോമീറ്റർ ആണ്. 37 തുടർച്ചയായ 6 ഇരട്ട സംഖ്യകളുടെ ശരാശരി 25 ആയാൽ വലിയ സംഖ്യ എത്ര? 38 ഉത്തരം ഓപ്ഷൻ ഡി 30 ആണ്. 39 ഒരു വസ്തുവിൻ്റെ വില 30% കൂട്ടിയതിന് ശേഷം 30% വിലക്കുറവിൽ വരാൻ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം? 39 ഓപ്ഷൻ സി 9% നഷ്ടമാണ്. 9% നഷ്ടം. 39 സി ആണ് ഉത്തരം. 40 450 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 57 km/മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്നു എങ്കിൽ ഒരു വൃക്ഷത്തെ കടന്നു പോകാൻ എടുക്കുന്ന സമയം എത്ര? 40 ഉത്തരം ഓപ്ഷൻ സി 30 സെക്കൻഡാണ്. 41 54 × 96 × 78 ഈസ് ഈക്വൽ ടു 40 43 52 ആണെങ്കിൽ 27 × 48 × 39 എത്ര? 41 ഉത്തരം ഓപ്ഷൻ എ 50 544 ആണ് ഉത്തരം. 42 വിട്ടുപോയ സംഖ്യ ഏത്? ത്രികോണം പോലെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വിട്ടുപോയ സംഖ്യ കണ്ടുപിടിക്കണം. മൂന്നാമത്തെ ത്രികോണത്തിനകത്ത്. 42 ഉത്തരം ഓപ്ഷൻ എ 729 ആണ്. 43 100 വരെയുള്ള ഒറ്റ സംഖ്യയുള്ള അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലത്തിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏത്? 43 ഉത്തരം ഓപ്ഷൻ സി 5 ആണ്. 44 ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് 3/4 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണെങ്കിൽ വീതി 3/8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ചതുരത്തിൻ്റെ നീളം എത്ര? 44 ഉത്തരം ഓപ്ഷൻ ബി 2 സെൻറ്റിമീറ്റർ ആണ്. 45 0.011 × 0.110/0.0121 വില എത്രയാണ്? 45 ഉത്തരം ഓപ്ഷൻ എ 0.1 ആണ്. 46 6 1/4 വർഗ്ഗമൂലം എത്ര? 46 ഉത്തരം ഓപ്ഷൻ എ 2 1/2 ആണ്. 47 ആദ്യത്തെ 250 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര? 47 ഉത്തരം ഓപ്ഷൻ സി 250. സി 250. 48 2200 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 2420 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? 48 ഓപ്ഷൻ ബി ആണ് ഉത്തരം. 10% ലാഭം. 10%. 49 ഒരു സംഖ്യയുടെ 30% 51% തമ്മിലുള്ള വ്യത്യാസം 2500 ആണെങ്കിൽ സംഖ്യ എത്ര? 49 ഉത്തരം ഓപ്ഷൻ ബി 10000 ആണ്. ഓപ്ഷൻ ബി 10000. 50 ഒരു ജോലി 12 പേർ 7 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമെങ്കിൽ 42 പേർ ആ ജോലി എത്ര ദിവസങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കും? 50 ഉത്തരം ഓപ്ഷൻ സി 2 ആണ് ഉത്തരം. ഓപ്ഷൻ സി 2. 51 4:30 മണി കാണിക്കുന്ന ഒരു വാച്ചിലെ മിനിറ്റ് സൂചി കിഴക്ക് ദിശയിലേക്കാണ് നിൽക്കുന്നതെങ്കിൽ മണിക്കൂർ സൂചി ഏത് ദിശയിലായിരിക്കും നിൽക്കുന്നത്? 51 ഉത്തരം ഓപ്ഷൻ ബി വടക്ക് കിഴക്ക്. ഓപ്ഷൻ ബി വടക്ക് കിഴക്ക്. 52 ഒരു സമതലക്കട്ടയുടെ ചിത്രം നൽകിയിട്ടുണ്ട്. ഇതിൽ താഴെ അടിവശം 2 കുത്തുകളാണ് ഉള്ളതെങ്കിൽ മുകൾ വശത്ത് എത്ര കുത്തുകൾ ഉണ്ടായിരിക്കും? 52 ഉത്തരം ഓപ്ഷൻ സി 4 ആണ്. ഓപ്ഷൻ സി 4. 53 താഴെ കൊടുത്തിരിക്കുന്ന ശ്രേണിയിൽ അടുത്തതായി വരുന്ന ചിത്രം ഏതായിരിക്കും എന്ന് ചോദിച്ചിരിക്കുന്നത്. 53 ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബി ഓപ്ഷൻ ബി ഫോർ ബോയ് ബി. ഓക്കെ. 54 ദീപ എ എന്ന പോയിന്റിൽ നിന്നും ബി എന്ന പോയിന്റിലേക്ക് 70 മീറ്റർ സഞ്ചരിച്ചതിന് ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 40 മീറ്റർ സഞ്ചരിച്ചു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 60 മീറ്റർ സഞ്ചരിച്ചു. അവസാനം വലത്തോട്ട് തിരിഞ്ഞ് 40 മീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ തുടങ്ങിയ പോയിന്റിൽ നിന്നും ദീപ ഇപ്പോൾ എത്ര മീറ്റർ അകലെയാണ്? 54 ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 10 മീറ്റർ. 55 ഒരു ദിവസം രാവിലെ സൂര്യൻ ഉദിച്ചതിന് ശേഷം സോമനും രാജനും തങ്ങളുടെ പിറകുവശം ഒരേ ദിശയിൽ വരുന്ന വിധത്തിൽ നിൽക്കുകയായിരുന്നു. രാജൻ്റെ നിഴൽ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഇടതുവശത്തായിരുന്നു. എങ്കിൽ സോമൻ ഏത് ദിശയിലേക്കായിരിക്കും നോക്കി നിന്നിരുന്നത്? സോമൻ ഏത് ദിശയിലേക്കായിരിക്കും നോക്കി നിന്നിരുന്നത്? 55 ഉത്തരം ഓപ്ഷൻ ഡി തെക്ക് ദിശയാണ്. ഓക്കെ. ഓപ്ഷൻ ഡി തെക്ക്. 56 ആരോമൽ തൻ്റെ കാലുകൾ മുകളിലും തല താഴെയും വരുന്ന വിധത്തിലും വ്യായാമം ചെയ്യുകയായിരുന്നു. അദ്ദേഹം പടിഞ്ഞാറ് ദിശയിലായിരുന്നു നോക്കി നിന്നിരുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇടത് കൈ ഏത് ദിശയിലേക്കായിരിക്കും ഉണ്ടായിരുന്നത്? 56 ഉത്തരം ഓപ്ഷൻ എ ആണ് വടക്ക്.
57 തെക്ക് പടിഞ്ഞാറ് ദിശയെ കിഴക്കെന്നും തെക്ക് കിഴക്ക് ദിശയെ വടക്കെന്നും സങ്കല്പിച്ചാൽ വടക്ക് ദിശ എന്തായിരിക്കും? 57 ഓപ്ഷൻ എ തെക്ക് പടിഞ്ഞാറാണ്. 58 താഴെ കൊടുത്തിരിക്കുന്ന ശ്രേണിയിൽ അടുത്തതായി വരുന്ന ചിത്രം ഏതായിരിക്കും എന്നുള്ളതാണ്. 58ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബി ഫോർ ബോയ്. 59 താഴെ തന്ന ചിത്രത്തിൻ്റെ പ്രതിബിംബം താഴെ പറയുന്നതിൽ ഏതാണ്? 59 ഓപ്ഷൻ ബി ഫോർ ബോയ്. 60 താഴെ തന്നിരിക്കുന്ന വാക്കിൻ്റെ പ്രതിബിംബം താഴെ പറയുന്നതിൽ ഏതാണ്? മലയാളം എന്നുള്ളതിൻ്റെ പ്രതിബിംബം. 60ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 61 താഴെ കാണിച്ചിരിക്കുന്നതിൽ ഏതാണ് 69ൻ്റെ പ്രതിബിംബം? 61ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 62 തന്നിരിക്കുന്ന ചിത്രത്തിനെ കറക്കുമ്പോൾ താഴെ പറയുന്നതിൽ ഏത് ലഭിക്കും? 62ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ഫോർ ബോയ്. 63 താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് 1ൻ്റെ പ്രതിബിംബം? 63 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഡി ഫോർ ഡോൾ. ഓക്കെ. 64 താഴെ തന്നിരിക്കുന്ന ചിത്രം മടക്കി ഒരു സമചതുരക്കട്ടയുടെ രൂപത്തിലാക്കിയാൽ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഏതായിരിക്കും ശരിയായി വരിക? 64ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 64ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ഫോർ ഡോൾ. 65 അത് തന്നെയാണ്. താഴെ തന്നിരിക്കുന്ന സമചതുരക്കട്ടയെ തുറക്കാൻ ശ്രമിച്ച താഴെ പറയുന്നതിൽ ഏത് രൂപം ലഭിക്കും? 65ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. 65 ഓപ്ഷൻ സി. 66 താഴെ തന്നിരിക്കുന്ന ചിത്രത്തിനെ കറക്കുമ്പോൾ താഴെ പറയുന്നതിൽ ഏത് ലഭിക്കും? 66ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 67 താഴെ തന്നിരിക്കുന്ന സമചതുരക്കട്ടയെ തുറക്കാൻ ശ്രമിച്ചാൽ താഴെ പറയുന്ന ഏത് രൂപം ലഭിക്കും? 67ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 68 അനിൽ 5 കിലോമീറ്റർ തെക്കോട്ട് നടന്നതിന് ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ വീണ്ടും നടന്നു. അതിനുശേഷം 5 കിലോമീറ്റർ ഇടത്തോട്ട് തിരിഞ്ഞു നടന്നു എങ്കിൽ അനിൽ തുടങ്ങിയ സ്ഥലത്തിൻ്റെ ഏത് ദിശയിലായിരിക്കും ഇപ്പോൾ നിൽക്കുന്നത്? 68ൻ്റെ ഉത്തരം ഓപ്ഷൻ എ തെക്ക് പടിഞ്ഞാറ്. 69 ആദി തൻ്റെ വാച്ച് 6 മണിക്ക് മണിക്കൂർ സൂചി വടക്കോട്ട് നിൽക്കുന്ന വിധത്തിൽ മേശപ്പുറത്ത് വെച്ചുവെങ്കിൽ 9:15 ആ വാച്ചിലെ മിനിറ്റ് സൂചി ഏത് ദിശയിലേക്കായിരിക്കും നിൽക്കുന്നത്? 69ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി പടിഞ്ഞാറ്. ഓപ്ഷൻ ബി പടിഞ്ഞാറ്. 70 ദേവി മാമിനെ എതിർ ദിശകളിലേക്ക് 3 കിലോമീറ്റർ വീതം നടന്നു. ദേവി കിഴക്കോട്ടാണ് നടന്നത്. 3 കിലോമീറ്ററിന് ശേഷം രണ്ടുപേരും വലത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ വീണ്ടും നടന്നു. ഇപ്പോൾ രണ്ടുപേരും തിരിഞ്ഞ് മുഖാമുഖം നിൽക്കുന്നു. ആമിനെ ഏത് ദിശയ്ക്കല്ലായിരിക്കും നോക്കി നിൽക്കുന്നത്? 70ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് തെക്ക് കിഴക്ക്. 71 മുകളിലത്തെ ചോദ്യത്തിൽ ദേവി ഏത് ദിശയിലേക്കാണ് നോക്കി നിൽക്കുന്നത്? 71 ഉത്തരം ഓപ്ഷൻ സി ആണ് വടക്ക് പടിഞ്ഞാറ്. 72 ഒരു സമചതുരക്കട്ടയുടെ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം അപഗ്രഹിച്ചതിന് ശേഷം അടിവശത്ത് 4 എന്ന അക്കമാണെങ്കിൽ മുകൾ വശത്ത് ഏതക്കമായിരിക്കും? 72 ഉത്തരം എ ആണ് 1. 73 കുറച്ച് രൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവയിലെ അനുബന്ധ അക്ഷരങ്ങളെ ഉപയോഗിച്ചുണ്ടാക്കുന്ന ആകൃതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 73 ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഡി ഫോർ ഡോൾ. 74 താഴെ തന്നിരിക്കുന്ന 3D ചിത്രത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് നോക്കുന്ന 2D ആകൃതി എങ്ങനെയാണ്? 74 ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബി ഫോർ ബോയ്. 75 സക്സസ് എന്ന വാക്കിൻ്റെ പ്രതിബിംബം ഏതാണ്? 75 എ ആണ് ഉത്തരം. 76 1 2 3 4 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അടുത്തത് വരുന്ന ഏതാണെന്നാണ് ചോദ്യം. 76ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. പി. 77 അതുപോലൊരു ചോദ്യമാണ്. 77ൻ്റെ ഉത്തരം സി ആണ്. 77 സി. 78 അതുപോലൊരു ചോദ്യമാണ്. 78ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ഫോർ ഡോൾ. ഡി ആണ്. ഡിസൈൻ പൂർത്തിയാക്കുക. 79 മുതൽ 81 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസൈൻ പൂർത്തിയാക്കാനാണ്. 79ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബി ഫോർ ബോയ്. 80ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ഫോർ ബോയ്. 81 ഉത്തരം ബി ഫോർ ബോയ്. 82 മുതൽ 84 വരെ തന്നിരിക്കുന്ന ചിത്രം ഏത് ഡിസൈൻ്റെ ഭാഗമാണ് തിരിച്ചറിയാനുള്ള ക്വസ്റ്റ്യനാണ്. 82ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 83ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ഫോർ ബോയ്. 84ൻ്റെ ഉത്തരം ഡി ആണ്. ഡി ഫോർ ഡോള്. ക്യാപിറ്റൽ ആർ എന്നുള്ളതാണ് 84ൻ്റെ ഉത്തരം. 85ൻ്റെ ഉത്തരം ബി ആണ്. ബി ഫോർ ബോയ്. 1537 85ൻ്റെ ഉത്തരം. 86ൻ്റെ ഉത്തരം എ ആണ്. ഓപ്ഷൻ എ. GMPXFS ആണ് 86ൻ്റെ ഉത്തരം. 87ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ഫോർ ഡോൾ. 297 ഉത്തരം. 88 മുതൽ 90 വരെ ശ്രേണിയിലെ അടുത്ത ചിത്രം തിരിച്ചറിയാനാണ്. 88ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ഫോർ ബോയ്. 89ൻ്റെ ഉത്തരം ഡി ഫോർ ഡോള്. 90ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 91 മുതൽ 96 വരെ പ്രതിബിംബം കണ്ടുപിടിക്കാനാണ്. 91ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്.
92ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 93ൻ്റെ ഓപ്ഷൻ ബി തന്നെയാണ്. രണ്ടും ബി ഫോർ ബോയ് തന്നെയാണ്. 92 93 ബി ആണ് ഉത്തരം. 94ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 95ൻ്റെ ഉത്തരം ഓപ്ഷൻ സി തന്നെയാണ്. സി, ഓപ്ഷൻ സി. 96ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 91 മുതൽ 96 വരെ പ്രതിബിംബം കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 97 മുതൽ 99 വരെ തന്നിരിക്കുന്ന ചിത്രത്തിൽ നിന്ന് മുറിച്ച് മാറ്റിയ ഭാഗം കണ്ടെത്താനാണ്. 97ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, ബി ഫോർ ബോയ്. 98 ഓപ്ഷൻ ഡി ആണ്. ഡി ഫോർ ഡോൾ, ഡോൾ. 98 ഓപ്ഷൻ ഡി. 99 ഓപ്ഷൻ ഡി ആണ്. ഡി ഫോർ ഡോൾ, ഡോൾ, ഡി. 100ാമത്തെ ചോദ്യം. ചുവടായി തന്നിരിക്കുന്ന ചിത്രങ്ങൾ അവയുടെ പ്രത്യേകത അടിസ്ഥാനമാക്കി 3 ഗ്രൂപ്പുകളായി തരംതിരിക്കുക എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 568 149 237. 100ൻ്റെ ഉത്തരം ഓപ്ഷൻ എ, 568 149 237. താങ്ക് യു.